ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശിൽബ ടെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുടി കൊഴിച്ചിൽ നിയന്ത്രിച്ച് താരനെയെല്ലാം നശിപ്പിച്ച് മുടിക്ക് തിളക്കവും മൃദുത്വവും ബലവും നൽകി ആരോഗ്യമുള്ളതായി സൂക്ഷിക്കാൻ സഹായിക്കുന്ന നല്ലൊരു എണ്ണ തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതിനായിട്ട് ഞാൻ വീട്ടിൽ വളർത്തുന്ന കറ്റാർവാഴ ചെടിയിൽ നിന്ന് ഒരു വലിയ ഇല ഇതുപോലെ ഞാൻ മുറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് മുറിച്ചെടുത്ത ഭാഗത്തു നിന്നും ഒരു മഞ്ഞ ദ്രാവകം ഒഴുകി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് നമുക്ക് പലരിലും അലർജി ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത് മുഴുവനായിട്ടും ഈ ഇലയിൽ നിന്ന് പോകുവാനായിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ നേരം ഒരു ടിഷ്യൂ പേപ്പറിൽ നമ്മളിത് കുത്തനെ സൂക്ഷിച്ചു വെക്കണം. അരമണിക്കൂർ കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ഈ മഞ്ഞ ദ്രാവകം എല്ലാം ഇതുപോലെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ആ ഇലയെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിയ ശേഷം അതിൻ്റെ ഇരുവശത്തും മുള്ളു പോലെയുള്ള ഒരു ഭാഗം കാണാം. അതും ഇതുപോലെ കത്തി വെച്ച് ചെറുതായിട്ട് നമുക്ക് മുറിച്ച് മാറ്റണം. ഇനി വല്ല അഴുക്കും ഇരിപ്പുണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ടിഷ്യൂ പേപ്പറോ തുണിയോ വെച്ച് നന്നായിട്ട് വൃത്തിയായിട്ട് തുടച്ചെടുത്ത ശേഷം ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇതിൻ്റെ ജെല്ലിൽ ധാരാളം വൈറ്റമിനുകളും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് തലമുടിക്ക് മാത്രമല്ല ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ഈ കറ്റാർവാഴ ജെല്ല് ഉപയോഗിക്കുന്നതായിട്ട് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ കറ്റാർവാഴ ഇതെല്ലാം ഇതുപോലെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ഒരു പിടി കറിവേപ്പില, ഫ്രഷ് കറിവേപ്പിലയാണ് ഞാൻ ഇതിൻ്റെ കൂടെ എണ്ണ തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. കറ്റാർവാഴയ്ക്ക് ഉള്ളതുപോലെ തന്നെയുള്ള എല്ലാ ഗുണങ്ങളും കറിവേപ്പിലയും അടങ്ങിയിട്ടുണ്ട്. മുടിയെ കൂടുതൽ ബലമുള്ളതാക്കാനും നരയ്ക്കുന്നതിൻ്റെ വേഗത കുറയ്ക്കാനും കറിവേപ്പിലയ്ക്ക് സഹായിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ നല്ലൊരു പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി എണ്ണ തയ്യാറാക്കാൻ എപ്പോഴും ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് നല്ലത്. ഞാനതിനായിട്ടൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇവിടെ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുള്ള ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിനും താഴോട്ടാക്കി വെക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ആ മിക്സ് ഒന്ന് ചെറുതായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 240 ml കപ്പിൽ 1 കപ്പ് വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഫ്ലെയിം വളരെ ലോ ആക്കി വെച്ച ശേഷം ഇതുപോലെ ഇളക്കിക്കൊണ്ട് വേണം എണ്ണ കാച്ചിയെടുക്കാൻ. ആ പച്ച നിറത്തിലുള്ള പതയെല്ലാം നല്ല പോലെ ക്ലിയറായിട്ട് നല്ലൊരു എണ്ണ നമുക്ക് കിട്ടുന്നത് വരെ നമുക്ക് ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ട് എണ്ണ കാച്ചിയെടുക്കാം. ഇനി എണ്ണ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. പതയെല്ലാം കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല പോലെ ആ പതയെല്ലാം കുറഞ്ഞു വന്നിട്ടുണ്ട്. അതിലെ മിക്സ് എല്ലാം ഇതുപോലെ ബ്രൗൺ കളറായിട്ട് താഴോട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള എണ്ണ ഇവിടെ നമുക്ക് കിട്ടുന്നതാണ്. നല്ല തെളിഞ്ഞ എണ്ണ ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി ഈ സമയത്ത് ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കി ഉടനെ തന്നെ നമ്മൾ ഇത് ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് അരിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ എണ്ണയുടെ ആ മൂപ്പ് കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി എണ്ണ നേരിട്ട് നമ്മൾ തലയിൽ എണ്ണ തേക്കുമ്പോൾ ഇത് ചൂടാക്കാൻ പാടില്ല. ഈ എണ്ണ ചെറിയ ഒരു പാത്രത്തിൽ എടുത്ത ശേഷം മറ്റൊരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുത്ത് ആ എണ്ണ എടുത്ത പാത്രം ആ ചൂടുവെള്ളത്തിന് മുകളിൽ വെച്ച് വേണം എണ്ണ ചൂടാക്കാൻ. നേരിട്ട് എണ്ണ ഒരിക്കലും ചൂടാക്കരുത്. ഇനി വിരൽത്തുമ്പുകൾ എണ്ണയിൽ മുക്കി തലയോട്ടിയിൽ പതുക്കെ മസാജ് ചെയ്യണം. പിന്നീട് മുടിയിൽ മുഴുവനായിട്ടും മുടിയുടെ അറ്റത്തുമെല്ലാം ഈ എണ്ണ പുരട്ടുക. അരമണിക്കൂറിന് ശേഷം നേരത്തെ ഷാമ്പുവോ കണ്ടീഷണറോ ഉപയോഗിച്ച് മുടി കഴുകി വൃത്തിയാക്കാം. ആഴ്ചയിൽ 2 തവണ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഈ എണ്ണ നിങ്ങളെല്ലാം വീട്ടിൽ തയ്യാറാക്കി വെച്ച് ഉപയോഗിക്കാനും ശ്രദ്ധിക്കണം. ഇതുപോലുള്ള ബോട്ടിലാക്കി വെച്ചാൽ നമുക്ക് ആവശ്യം വരുമ്പോൾ അല്പം കയ്യിലെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.